മലപ്പുറം വാണിയമ്പലത്ത് 16-കാരൻ 14-കാരിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ വലിയ ഞെട്ടലോടെയാണ് കണ്ടത് അല്ലേ. ഇത് കണ്ടപ്പോഴത്തേക്ക് ഓരോ മാതാപിതാക്കളെയും പേടി, ഭയം, തൻ്റെ മക്കൾ, അത് ഇനി മോളാണോ മോനാണോ ആരാണെങ്കിലും സ്കൂളിലേക്ക് പോകുന്നത്, സ്കൂളിലേക്ക് എത്തുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള വേവലാതിയായിരിക്കും അല്ലേ. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഓരോ മാതാപിതാക്കൾക്കും ഭയമാണ്. തൻ്റെ ഓമനിച്ച് വളർത്തിയ പൊന്നോമനകളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ ഇന്നത്തെ കാലത്ത് ഭയമാണ്. ഇവിടെ ഈ 16-കാരൻ ഈ 14-കാരിയെ, ഈ കൊച്ചു കുട്ടിയെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് ഉണ്ടായിരുന്നത്. ഇവനെപ്പോലെ ഇത്രയും ക്രൂര കൃത്യങ്ങൾ ചെയ്യുന്ന മൃഗങ്ങളെക്കാളും കഷ്ടമായിട്ടുള്ള ആളുകളെ മൈനർ എന്ന് പറഞ്ഞ് മുദ്രകുത്തി ജുവനൈൽ ഹോമിലേക്ക് വിടുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഇവനെപ്പോലെയുള്ള ആളുകൾ, ഇത്രയും മനസ്സിൽ ക്രൂരത കൊണ്ട് നടക്കുന്ന കുട്ടികൾ, ഇതുപോലുള്ള തെറ്റുകളിലേക്ക് ചെന്ന് ചാടുന്ന കുട്ടികൾ, അവരൊരു കാരണവച്ചാലും അവർ ജീവിതത്തിലേക്ക് പിന്നെ തിരിച്ചു വരത്തില്ല. ജുവനൈൽ ഹോമിൽ ഒരു 12 കൊല്ലമോ ഒരു 20 കൊല്ലമോ കൊണ്ടിട്ട് കഴിഞ്ഞിട്ട് അവരത് അവിടെ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് വീണ്ടും പോകത്തേ ഉള്ളൂ. കാരണം അത്രയ്ക്കും ക്രൂരമായിട്ടാണ് ആ കുട്ടിയെ കൊന്നതിന് ശേഷം പിച്ചി കീറി വലിച്ചു കീറി മാനഭംഗപ്പെടുത്തിയതിന് ശേഷം കഴുത്ത് നെരിച്ച് കൊന്നുകളഞ്ഞത്. കാരണം ഇവനൊക്കെ എത്രത്തോളം ക്രൂരമാണെന്ന്, മൃഗങ്ങളെക്കാളും കഷ്ടമാണെന്ന് അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം ഈ ഒരു സംഭവം എന്താണെന്ന്. പിന്നെ ഇവിടെ 2 കാര്യങ്ങളാണ് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് സംശയത്തിൽ നിൽക്കുന്നത്. ഒന്ന്, ഈ 14 വയസ്സുള്ള അത്യാവശ്യം നല്ല ഹൈറ്റും നല്ല വെയിറ്റുമുള്ള ഈ പെൺകുട്ടിയെ ആ ഒരു കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയതിന് ശേഷം അവിടെ തൊട്ടിപ്പുറം ആ കുറ്റിക്കാട്ടിലേക്ക് കയറുന്നതിന് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ്റെ പുറകിലാണ് ഇങ്ങനൊരു സ്ഥലം. അത് ഭയങ്കരമായിട്ടുള്ള കാടുകളാണ്. അവിടെ നിന്ന് ഒരു മനുഷ്യൻ, ഒരു എലിക്കുഞ്ഞ് പോലും പോകാത്ത സ്ഥലമാണ്. അവിടെ ആ കയ്യാലപ്പുറം അള്ളിപ്പിടിച്ച് കയറി അതിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ ഒരാളെ കൊണ്ട് നടക്കത്തില്ല. ഈ 16 വയസ്സുള്ള ഈ മൃഗം, അങ്ങനെ തന്നെ വിളിക്കണം. ഇവനെയൊക്കെ എങ്ങനെ വിളിക്കണം? ഇവനെയൊക്കെ മൃഗത്തെക്കാളും കഷ്ടമാണ്. ഈ 16 വയസ്സുള്ള ഇവൻ ഈ പെൺകുട്ടിയെക്കാളും മെലിഞ്ഞിട്ടുള്ള, ഹൈറ്റ് കുറവുള്ള, ഞാൻ ആ ഒരു ഈ മൃഗത്തിൻ്റെയും ഇവൻ്റെയും ആ മരണപ്പെട്ട കുട്ടിയുടെയും അത് ഈ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ട കുട്ടിയുടെയും ഫോട്ടോ എനിക്കൊരാൾ അയച്ചു തരികയുണ്ടായി. ഞാനത് കണ്ടു. കാരണം ഞാനിവിടെ കൊടുക്കുന്നില്ല. കാരണം ഇപ്പം നമുക്കത് സോഷ്യൽ മീഡിയയിലേക്ക് അത് പ്രചരിപ്പിക്കാനുള്ള ആ ഒരു സിറ്റുവേഷനിലല്ല. കാരണം ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഒരു കാരണവശാലും ആരും സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ ഈ കുറ്റകൃത്യം ചെയ്ത ഈ മൃഗത്തിൻ്റെ ഫോട്ടോ 10 പേര് ഇവനെ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ? കാരണം നമ്മളെ നിയമം അങ്ങനെ ആയിപ്പോയി. 18 വയസ്സിന് താഴെ മൈനറാണ്. പക്ഷേ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ 60 വയസ്സുകാരനേക്കാളും ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായി ഇതുപോലെ ക്രൂരമായിട്ട് സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഈ 18 വയസ്സ് മൈനറാന്നുള്ളൊരു നമ്മൾ എഴുതി വെച്ചേക്കുന്ന നിയമങ്ങളൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞ്. ഇന്ന് ജനിച്ചു വരുന്ന ഓരോ കുട്ടിയും, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, മൊബൈലും കൊണ്ടാണ് അവർ വളർന്നു വരുന്നത് തന്നെ. മൊബൈലിലൂടെ അവർ ഒരുപാട് കാര്യങ്ങൾ അവർ സെർച്ച് ചെയ്ത് കണ്ടെത്തി തലയ്ക്കകത്ത് കയറ്റി വെച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, കള്ളിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട്, ലഹരിക്കും സെക്സിനും ഇതിനെല്ലാം അടിമപ്പെട്ട് വളർന്നു വരുന്ന ഒരു തലമുറയാണ് ഇന്നത്തേത്. അപ്പം ഇന്നത്തെ നിയമങ്ങളൊക്കെ ഇതൊക്കെ മനുഷ്യരുണ്ടാക്കി വെച്ചേക്കുന്നതാണല്ലോ. അല്ലാതെ ഈ ദൈവങ്ങളെന്ന് പറയുന്ന നമ്മൾ ഓരോ മതക്കാരും വിശ്വസിക്കുന്ന ഈ ദൈവങ്ങൾ അടിച്ചിറക്കി അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന നിയമങ്ങളൊന്നും അല്ലല്ലോ ഈ ലോകത്തുള്ളത്. ഇതൊക്കെ ഓരോ മനുഷ്യരുണ്ടാക്കി വെച്ചേക്കുന്ന നിയമങ്ങളാണ്. ഇനിയെങ്കിലും ഈ നിയമങ്ങൾ മാറ്റേണ്ട സമയങ്ങൾ കഴിഞ്ഞു.
ഗൾഫ് രാജ്യങ്ങൾ കണ്ടില്ലേ, കൊലയ്ക്ക് കൊല, കൈക്ക് കൈ, കണ്ണിന് കണ്ണ്. അതാണ് അവിടുത്തെ നിയമം. നമ്മളെ ഇവിടുത്തെ നിയമവും ഇന്ത്യ മഹാരാജ്യത്തെ നിയമവും എത്ര കൊലപാതകങ്ങൾ ചെയ്ത്, എത്ര ക്രൂരമായിട്ട് കൊച്ചു പിള്ളാരെ വരെ, തൊട്ടിൽ കിടക്കുന്ന പിള്ളാരെ വരെ പീഡിപ്പിച്ചവൻ ഇന്ന് ജയിലിൽ 3 നേരവും ബിരിയാണിയും തിന്ന് മാസം 620 രൂപ. ഇപ്പം ശമ്പളം കൂട്ടിയല്ലോ, ജയിലിനകത്ത് ശമ്പളം കൂട്ടിയല്ലോ, പിന്നെ എന്ത് വേണം? ഇതൊക്കെ കൈപ്പറ്റി സുഖമായിട്ട് കഴിയുന്നു. അപ്പം ഈ കേസിൽ ഞാൻ അതിൻ്റെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് ഒന്ന് പറഞ്ഞുതരാം. അപ്പം ഈ ഒരു സംഭവം, ഈ കുട്ടിയെ ഇവൻ കൊലപ്പെടുത്താനുള്ള കാരണങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് 2 സംശയമാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത്രയും ഹൈറ്റും വെയിറ്റുമുള്ള ഈ 14 വയസ്സുള്ള ഈ കുട്ടിയെ ആ കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ കയറ്റി കയ്യാല അത്രയും ഹൈറ്റിലുള്ള കയ്യാല ചാടിക്കേറി അതിനകത്ത് കൊണ്ടുപോകണമെങ്കിൽ ഇവനെ ഈ ഒരുത്തനെ കൊണ്ട് മാത്രം സാധിക്കത്തില്ല. അങ്ങനെ ഒരു സംശയം. പിന്നെ അത് ഒന്നാമത്തെ സംശയം. പിന്നെ രണ്ടാമത്തെ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടിയുടെ ശരീരം കണ്ടവരെല്ലാം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന, അത് കണ്ടു കഴിഞ്ഞാൽ ഓരോ മാതാപിതാക്കളും അത്രയും പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ, അത്രയും വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ ഓരോ മാതാപിതാക്കൾ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം അത് കണ്ടു കഴിഞ്ഞാൽ കരളലിയിപ്പിക്കുന്ന കാഴ്ചയാണ്. ആ കുട്ടിയുടെ കൈ രണ്ടും പുറകിലേക്ക് വെച്ച് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടി, ആ ഇട്ടിരുന്ന യൂണിഫോം കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. ശരീരം മാസകലം പിച്ചി ചീന്തിയ മുറിവുകളുണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ, ശരീരത്തിൽ. അത്രയും ക്രൂരമായിട്ട് കൊല്ലാൻ ഇവനെ കൊണ്ട് മാത്രം സാധിക്കത്തില്ല. അത് വേറെ കാര്യം. ഇത് 2 സംശയങ്ങൾ. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് മൂന്നാമതായിട്ട് നമുക്ക് കാരണം ഇതിപ്പം നമ്മളെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇത് 1-2 ദിവസം സോഷ്യൽ മീഡിയയിൽ ഇതൊരു ചർച്ചയാവും. അതിനുശേഷം പിന്നെ ഇത് ഈ ക്രൂരനെ പ്രതിയെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. കാരണം മൈനറാണ്. അതാണ് നമ്മളെ നിയമം. പ്രതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതിയെന്ന് പറയുന്ന ആളുകളെ പ്രതിയാക്കുന്ന കാലഘട്ടമാണ് ഇന്ന്. അപ്പോൾ ഈ ക്രൂര മൃഗം, ഈ പയ്യൻ, മൂന്നാമതായിട്ട് എനിക്ക് തോന്നിയൊരു സംശയം ഞാൻ പറയാം. ഈ കുട്ടിയെ മൃഗീയമായിട്ട് കഴുത്ത് നെരിച്ച് കൊന്നതിന് ശേഷം അവൻ്റെ ആ അടങ്ങാത്ത പകയുണ്ടല്ലോ, ആ കുട്ടിയുടെ ആ മരണപ്പെട്ട് കിടക്കുന്ന ആ ശരീരത്തിനോട് ഇവൻ കാണിച്ചു. അങ്ങനൊരു സംശയം കൂടെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. ഞാൻ ആദ്യം പറഞ്ഞ 2 കാര്യവും പിന്നെ ഈ ഒരു കാര്യവും. കാരണം അല്ലാതെ ഈ ഒരു കുട്ടിയെ കൈ പുറകിൽ തിരിവിൽ കെട്ടി ഇത്രയും കൈ നല്ല ടൈറ്റ് ചെയ്താണ്, അത് കണ്ടവരൊക്കെ പറഞ്ഞേക്കുന്നത് അത്രയും നല്ല ടൈറ്റായിട്ടാണ്. എന്തായാലും ഒരു ജീവനോടുള്ളൊരു ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ ഈ 14 വയസ്സുള്ള ഒരു കുട്ടിയെ, അവനെക്കാളും നല്ല ഹൈറ്റും വെയിറ്റും ഉള്ളൊരു കുട്ടിയെ, അവനെക്കാളും ആരോഗ്യമുള്ളൊരു കുട്ടിയെ ഇത്രയും ബലപ്രയോഗം നടത്തി കൈ പുറവിലേക്ക് വെച്ച് തിരിച്ചു കെട്ടാനുള്ള ആരോഗ്യമൊന്നും അവനിക്ക് ഇല്ല. അങ്ങനെ ഒട്ടും സാധിക്കത്തുമില്ല. ഇത് നമുക്ക് ലോജിക്കായിട്ട് ചിന്തിക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇനി ഈ കൊലയ്ക്ക് കാരണമായ കാരണങ്ങൾ അത് ഞാൻ പറഞ്ഞുതരാം. ഇവൻ പഠിക്കുന്ന ഈ ഗവൺമെൻറ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ഈ ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ട ഈ പെൺകുട്ടി. ഇവൻ ആ സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയും. അപ്പം ഇവർ പോകുന്നതെല്ലാം, വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പോകുന്നതെല്ലാം ഒരുമിച്ച് സ്കൂളിൽ കാണുന്നു, മിണ്ടുന്നു, എടുക്കുന്നു. അപ്പം അങ്ങനെ തുടങ്ങിയൊരു സൗഹൃദം. ആദ്യം സൗഹൃദത്തിൽ തുടങ്ങുന്നു, പിന്നെ അത് പ്രണയമാകുന്നു. പിന്നെ പരസ്പരം വീട്ടുകാർ മേടിച്ചു കൊടുത്തിട്ടുള്ള മൊബൈലിലൂടെ, കാരണം ഇപ്പം അങ്ങനെയാണല്ലോ, സ്റ്റഡി ക്ലാസ് അത് ഇത് മണ്ണാങ്കട്ടയെന്ന് പറഞ്ഞിട്ട് 1ാം ക്ലാസ് തൊട്ട് കുട്ടികൾക്ക് മൊബൈൽ മേടിച്ചു കൊടുക്കുന്ന ഒരു പ്രവണത, മൊബൈലും കൊണ്ട് സ്കൂളിൽ പോകുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീട്ടുകാരറിയാതെ പരസ്പരം ഇവർ മൊബൈലിലൂടെ സന്ദേശങ്ങൾ കൈമാറി, ഫോൺ വിളികളായി. രാത്രി 1 മണിക്ക് 2 മണിക്ക് വീട്ടുകാരറിയാതെ വിളികളായി. അങ്ങനെ ഇവരെ ഒരു സൗഹൃദത്തിൽ നിന്ന് തുടങ്ങുന്നത് ഒരു പ്രണയമായി. പ്രണയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊല ചെയ്ത ആ 16കാരൻ പിന്നെ ഈ പ്രണയം തലയ്ക്ക് പിടിച്ച് പ്രാന്തായിട്ട് അതൊരു ടോക്സിക് പ്രണയത്തിലോട്ട് പോവുകയാണ്. പിന്നെ ആ കുട്ടി ഈ സ്കൂളിൽ പഠിക്കുന്ന മറ്റുള്ള ബോയ് ഫ്രണ്ട്, ഇപ്പം ആൺപിള്ളേരുണ്ടല്ലോ, അവരോട് മിണ്ടുന്നതും എടുക്കുന്നതെല്ലാം ഇവനിക്ക് കാണുമ്പോഴത്തേക്ക് ഇവനിക്ക് ഒരു ഈഗോ അല്ലെങ്കിൽ ഒരു സംശയം. കാരണം
ഇനി എന്നെ ഒഴിവാക്കിയിട്ട് മറ്റൊരുത്തിൻ്റെ കൂടെ പോകുന്നോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഇവനിൽ ഇങ്ങനെ വർദ്ധിച്ചു വന്നു. അങ്ങനെ ആ ഒരു ചിന്ത കടന്ന് ഇവൻ വെറും ഒരു ക്രൂരനായിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ കഞ്ചാവിനും മയക്കുമരുന്നും ഇതിനെല്ലാം അടിമയും കൂടെ ആയിരുന്നു. ഇതിൻ്റെ കൂടെ ലഹരിയും കൂടെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതെല്ലാം തലയിൽ കടന്ന് ഒരു മൃഗത്തെക്കാളും കഷ്ടമായിക്കൊണ്ടേയിരുന്നു ചിന്തകൾ. കാരണം ഇങ്ങനെ ഓരോ വേറൊന്നുമില്ല, പഠിത്തവും മറ്റുള്ള കാര്യങ്ങളിലോ ഫോക്കസ് ചെയ്യാതെ പ്രണയം, സ്നേഹം, സെക്സ് ഇത് മാത്രം ഫോക്കസ് ചെയ്ത് എനിക്ക് അവളെ വേണം, എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു മനസ്സിനകത്തൊരു ചിന്ത ഇങ്ങനെ വന്ന് കയറി അവനെ ഒരു ക്രൂരനാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ അവസാനം ഈ പെൺകുട്ടി വീട്ടിൽ നല്ല പോലെ ആ ക്ലാസ്സിൽ നല്ല പോലെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അവസാനം ഈ കുട്ടി ഇവൻ്റെ നിരന്തരമായിട്ടുള്ള ഫോൺ വിളികൾ 24/7 ഫോൺ വിളികളും കാര്യങ്ങളും ആയപ്പോഴത്തേക്ക് നല്ലപോലെ പഠിക്കുന്ന ഈ പെൺകുട്ടി പഠിത്തത്തിൽ മോശമായിട്ട് തുടങ്ങി. പിന്നെ അതിനിടയ്ക്ക് പല ദിവസങ്ങളിലും ക്ലാസ് കട്ട് ചെയ്ത് ഇവർ പുറത്തു പോകാറുണ്ടായിരുന്നു. അങ്ങനെ പല ദിവസങ്ങളിൽ ഇത് ആവർത്തിച്ചപ്പോഴത്തേക്ക് ഈ സ്കൂളിൽ നിന്ന് കുട്ടിയുടെ വീട്ടിലേക്ക് സ്കൂളിൽ വരുന്നില്ല, മകളെന്തേ സ്കൂളിൽ വരാത്തത് എന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വീട്ടുകാരറിയുന്നത് തന്നെ. എന്ന് വെച്ചാൽ തൻ്റെ മകൾക്ക് ഓമനിച്ച് വളർത്തി പൊന്നുപോലെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്ന കുട്ടി സ്കൂളിൽ പോകാതെ മറ്റൊരുത്തൻ്റെ കൂടെ, അതേ സ്കൂളിൽ പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥിയുടെ കൂടെ കറങ്ങാൻ പോക്കാമെന്ന് അറിഞ്ഞ സമയം തൊട്ടാണ് പ്രശ്നങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഈ വീട്ടുകാർ ഈ ചെറുക്കനെ വിലക്കിയതായിരുന്നു. ഇനി മോളെ പിറകിൽ പോയി ശല്യം ചെയ്യാനോ മോളെ കാണാനോ വിളിക്കാനോ പാടില്ലെന്ന് പറഞ്ഞിട്ട് വിലക്കിയതായിരുന്നു. അപ്പം ഇവനിക്ക് ആ പക കൂടിക്കൊണ്ടേയിരുന്നു. പിന്നെ ഇവൻ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പോയിട്ട് നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചു തരണം, എനിക്ക് കെട്ടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെല്ലാം വകവരുത്തി കളയും, തീർത്ത് കളയും എന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരം ഇങ്ങനെ ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്നെന്നാണ് പറയുന്നത്. ഭീഷണി മുഴക്കി അങ്ങനെ ഇത് ഭയങ്കര ശല്യമായപ്പോഴത്തേക്ക് ഇവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇത് പരാതി വരെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവൻ്റെ ഈ അമിതമായിട്ടുള്ള ഈ ഒരു ടോക്സിക് പ്രണയം കാരണം ആ കുട്ടി വരെ അവസാനം ഇവനെ വെറുത്തു തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. വീട്ടുകാർ ഈ കുട്ടിയെ ഒരുപാട് ഉപദേശിച്ചു. കാരണം പഠിക്കേണ്ട സമയമാണ്, പഠിക്കണം, അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം, അവനെ കാണരുത്, അവൻ കള്ളിനും കഞ്ചാവിനൊക്കെ അടിമയായിട്ട് നടക്കുന്ന ഒരു ചെറുക്കനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടുകാർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അത് കുറേയൊക്കെ ഈ കുട്ടിക്ക് മനസ്സിലായിട്ട് ഈ കുട്ടി തന്നെ സ്വയമേ കുറേയൊക്കെ അങ്ങ് ഒഴിവാക്കി തുടങ്ങി. ഇവൻ വിളിക്കുന്നത് എടുക്കാതെയും മെസ്സേജ് അയക്കുന്നതിന് റിപ്ലൈ കൊടുക്കാതെ ആയപ്പോഴത്തേക്ക് അവൻ്റെ ചിന്ത അങ്ങോട്ട് മാറി. ഓരോ സമയം അവൻ അടിച്ചു കയറ്റുന്ന ലഹരി തലയ്ക്കകത്തോട്ട് കയറുമ്പോഴും അവൻ്റെ ചിന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വിട്ടിട്ട് ഇവൾ വേറെ ആരുടെയോ കൂടെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആരെയോ വിളിക്കുന്നുണ്ട്, ആർക്കോ മെസ്സേജ് അയക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എന്നെ ഒഴിവാക്കുന്നതെന്നുള്ള ചിന്ത ഇങ്ങനെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ പകയായിട്ട് മാറിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു മൃഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗത്തെക്കാളും കഷ്ടമാണെന്ന് വേണമെങ്കിൽ പറയാം ആ ചിന്താഗതികൾ. അങ്ങനെ ഇവർ പരാതി കൊടുക്കുന്നു, ഈ പയ്യനെ വിളിക്കുന്നു, 16 വയസ്സുള്ള പയ്യനെ. അതിൻ്റെ കൂടെ തന്നെ ആ പയ്യൻ്റെ വീട്ടുകാരെയും ഈ 16 വയസ്സുള്ള പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം പറയാൻ പറ്റത്തില്ല. കാരണം മൈനറാണെന്ന് പറഞ്ഞ് മുദ്ര കുത്തുന്ന ഈ ഒരു കാലത്ത് ഇതുപോലുള്ള ക്രൂര കൃത്യങ്ങൾ ചെയ്യുന്ന മൃഗങ്ങളെ സമൂഹത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു നിയമവ്യവസ്ഥ നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ടാണ് ഇവനെ പോലെയുള്ള ആളുകൾ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും 18 വയസ്സ് കഴിയട്ടെ, സോഷ്യൽ മീഡിയ ഇതിനെയൊക്കെ തുറന്ന് കാണിച്ച് സമൂഹത്തിന് മുമ്പിൽ ഈ ക്രൂര മുഖമുള്ള വ്യക്തികളെയൊക്കെ, ഈ ക്രൂരമുഖമുള്ള ഈ ജീവികളെയൊക്കെ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് 18 വയസ്സിന് താഴെയാണെങ്കിൽ അവരെ ഫോട്ടോ പ്രദർശിപ്പിക്കാനോ അവരെ പേര് പറയാനോ ഒന്നും നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരാവും. അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ പിറവിൽ നമുക്ക് കേസും കോടതിയായിട്ട് നടക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആരും തന്നെ ഈ പേരോ കാര്യങ്ങളോ ഒന്നും പറയാത്തത്. പേരും കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം, ഞാനും അറിഞ്ഞാണ്, ഫോട്ടോ ഉൾപ്പെടെ കണ്ടതാണ്. അത് കാണുമ്പോൾ എന്തൊരു സുന്ദരി കുട്ടി. ആ വീട്ടുകാരെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഓമനിച്ച് വളർത്തി, ജനിക്കുന്നത് തൊട്ട് കയ്യിലേക്ക് എടുത്ത് വളർത്തി ഓമനിച്ച്, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മളെ കണ്ണ് നിറഞ്ഞു പോകും. ആ ബോഡി കണ്ട ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. എനിക്ക് 1-2 പേര്
ഈ മലപ്പുറം ജില്ലയിൽ ഈ സംഭവം നടക്കുന്ന സ്ഥലത്തിന് ഒരു 3 കിലോമീറ്റർ അടുത്ത് എനിക്കറിയാവുന്ന 2-3 പേരുണ്ടായിരുന്നു. ഞാൻ ഇപ്പം വിളിച്ച് വിശദമായിട്ട് ഞാനിത് അന്വേഷിച്ചു. അപ്പം ഇതിന് മുമ്പ് തന്നെ ഞാൻ ആ ഒരു കഥയുടെ ഈ ഒരു സ്റ്റോറിയുടെ ഈ റിയൽ സ്റ്റോറിയുടെ ബാക്കി ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. കാരണം ഈ പേരൻസിനെയും എല്ലാവരെയും വിളിച്ച് താക്കീത് കൊടുത്തതാണ്. നിനക്ക് നിൻ്റെ വഴിയെ പൊയ്ക്കോ, ഇനി ഇത് ആവർത്തിച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ഭീഷണി മുഴക്കിയാലോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ആ കുട്ടിയുടെ പുറകെ പോയി ശല്യം ചെയ്താലോ നിനക്കെതിരെ കേസെടുക്കും എന്ന് വരെ പോലീസ് പറഞ്ഞ് പേടിപ്പിച്ചു. അപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസ് പറയുമ്പോഴും ഇവനിക്കൊരു കൂസലുമില്ലായിരുന്നു. കാരണം കള്ളിനും കഞ്ചാവിനും അടിമയായിട്ട് ഒരു മൃഗമായി മാറിയിരിക്കുന്നു, ഒരു മനുഷ്യനിൽ നിന്നൊരു മൃഗമായിട്ട്. 16 വയസ്സുള്ളൊരു കുട്ടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും നമ്മളും 16 വയസ്സുള്ള സമയത്ത് എന്തായിരുന്നു എന്നൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഇന്നത്തെ 16 വയസ്സുള്ള കുട്ടിയും 60 വയസ്സുള്ള ഒരു വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. 60 വയസ്സുകാരൻ്റെ ചിന്തയിൽ പോലും തെളിയാത്ത ക്രൂരതയാണ് ഇന്നത്തെ 10 വയസ്സും 12 വയസ്സും 16 വയസ്സുമുള്ള കുട്ടികളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊന്നും മനസ്സിലാക്കണം. അപ്പം ഇത് താക്കീത് കൊടുത്ത് വിട്ടതിന് ശേഷം ഇവനിക്ക് പക കയറി. പിന്നെ ഇവൻ്റെ ചിന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ കൊല്ലണം എന്നുള്ളൊരു ചിന്തയായി. അങ്ങനെ ഈ കുട്ടി സ്കൂളിലേക്ക് പോകുന്ന വഴി സ്കൂളിൻ്റെ പടി വരെ എത്തിയ കുട്ടിയെ അതും ഇതും പറഞ്ഞിട്ട് ഇവൻ കൺവിൻസ് ചെയ്തു. എനിക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, വേറൊന്നും വേണ്ട, നമുക്ക് ഈ വാണിയമ്പലത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും അവിടെയുള്ള പാർക്കുകളിലും പോയിരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. കാരണം അപ്പോഴും ഈ കുട്ടിക്ക് എന്തോ ഒരു ഇഷ്ടം ഇവനോട് ഉണ്ടായിരുന്നു. അത് നിരസിക്കാനോ അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാനോ ഈ കുട്ടി നിന്നില്ല. കാരണം ഇവൻ്റെ സ്വഭാവം അറിയാം. കാരണം ഇവൻ കള്ളിനും കഞ്ചാവിനും അടിമയായിട്ട് അത് ക്രൂര മൃഗമായി മാറിയെന്ന് ഈ കുട്ടിക്ക് നല്ലതുപോലെ അറിയാം. പോയില്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും ചെയ്യും. കാരണം ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പോയി ഭീഷണി മുഴക്കുകയും മാതാപിതാക്കളെ ഉപദ്രവിക്കുമെന്നും നിന്നെ കൊല്ലുമെന്നൊക്കെ ഇതിനു മുമ്പും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ മനസ്സിലുള്ളതുകൊണ്ട് ഈ കുട്ടി അവൻ്റെ കൂടെ പോകുന്നു. പോയതിന് ശേഷം അവിടെ ഇവിടെ എല്ലാം കറങ്ങി നടന്നതിന് ശേഷം ഒരു വൈകിട്ടോടെ ഈ വാണിയമ്പലം എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥലത്ത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പുറവിലുള്ള ഈ കാട് പിടിച്ച് നടക്കുന്ന ഈ കുറ്റിക്കാട്ടിലേക്ക് ഈ കുട്ടിയെയും കൊണ്ടുപോയിട്ട് അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു, കഴുത്ത് നെരിച്ച് കൊന്നിട്ട് ഒരു കൂസലുമില്ലാതെയാണ് ഇവൻ ഇറങ്ങി അവിടെ നിന്ന് വന്നിട്ടുള്ളത്. തൊട്ടപ്പുറത്ത് കയറി തൊട്ടടുത്ത വീട്ടിൽ കയറി വെള്ളം കുടിച്ചിട്ട് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ഒരു ശകലമെങ്കിലും ഒരു പശ്ചാത്താപവും കുറ്റബോധവും ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യനെന്ന് വിളിക്കായിരുന്നു. ഇവനെയൊക്കെ എന്താണ് വിളിക്കേണ്ടത്? എന്നിട്ട് വീട്ടിൽ വന്നു. അപ്പോഴും ഈ കുട്ടിയെ കാണാനില്ല. വൈകിട്ട് ഈ കുട്ടി അമ്മയെ വിളിച്ച് പറഞ്ഞിരുന്നു, ഞാൻ വരും, കുറച്ച് താമസിക്കും എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു. അതിനുശേഷമാണ് ഇവർ പരാതി കൊടുക്കുന്നത്. വീട്ടുകാരെല്ലാം പരാതി കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അന്ന് രാത്രിയെല്ലാം അവിടെയെല്ലാം അന്വേഷിച്ച് ഇവൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട്, ഇവനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇവൻ്റെ വീട്ടിൽ പോയി ചോദിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം ഇവൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ആ കുട്ടി ബസ്സിറങ്ങി ആ കുട്ടിയുടെ പാട്ടിന് പോയി, ഞാൻ എൻ്റെ വഴിക്ക് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി എന്നൊക്കെ പറയുന്നത്. ആ പറയുന്ന വാക്കിൽ തന്നെ ഒരു പകയുണ്ടല്ലോ, അതിലൂടെ തന്നെ അത് കാണാമെന്നാണ് ആ നാട്ടുകാരും പോലീസുകാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത്രയും ദേഷ്യത്തോടെയാണ്. നിങ്ങളെ പണിക്ക് പൊയ്ക്കോ, എനിക്കറിയത്തില്ല, അവൾ എന്ത് ചെയ്തോ എങ്ങനെ പോയെന്നോ എനിക്കറിയത്തില്ല, എൻ്റെ അടുത്ത് ചോദിക്കേണ്ടെന്നുള്ളൊരു ധാർഷ്ട്യമുണ്ടല്ലോ, ആ ഒരു പെരുമാറ്റത്തോടെയാണ് സംസാരിച്ചതെന്നാണ് പറയുന്നത്. അപ്പം ഇവർക്ക് വിശ്വാസമാവുന്നില്ല. കാരണം ആ പരിസരത്തെ പല ആളുകളും പറഞ്ഞു അന്ന് ഈ ഒരു ചെറുക്കനും ഒരു കുട്ടിയും ആ പരിസരത്തൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളവരെ സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ ഒരു കേസ് കുറച്ചുകൂടെ ഊർജിതമാക്കി ഇവനിലേക്കൊന്ന് ഫോക്കസ് ചെയ്തു. പലപ്പോഴും ഇവനെ രണ്ടു വട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് 2 വട്ടം വീട്ടിലേക്ക് പോയി. അതിനുശേഷം ഇവനെ വിളിപ്പിച്ചു, മാതാപിതാക്കളോടൊപ്പം വിളിപ്പിച്ചിട്ട് ചോദിച്ചിട്ട് പോലും ഇവൻ പറയുന്നില്ല. അവസാനം 3-ാമത്തെ വട്ടമാണ് ഇവൻ പോലീസിനോട് പറയുന്നത്, ഞാൻ കൊന്നു എന്ന് പറയുന്നത്. ഒരു കുറ്റബോധവും പശ്ചാത്താപവും ഇല്ലാതെയാണ് ആ പോലീസുകാരെ വിളിച്ചുകൊണ്ട് ഈ വാണിയമ്പലം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ പുറവിലെ കുറ്റിക്കാട്ടിലേക്ക് പോയിട്ട് ദോ കിടക്കുന്നു അവൾ എന്ന്. ഒരു ക്രൂര മൃഗങ്ങൾ പോലും
ക്രൂരമൃഗങ്ങൾക്ക് പോലും ഇതുപോലെ പശ്ചാത്താപമുണ്ട്. താൻ കൊന്ന ഇരകെ എന്തിനു പറയാം, സിംഹം ഏറ്റവും വലിയ ക്രൂര മൃഗം എന്ന് വെച്ചാൽ കാട്ടിലെ സിംഹങ്ങളാണ്. സിംഹം, ആ സിംഹത്തിന് പോലും അവിടെ കിടക്കുന്ന താൻ കൊന്നിട്ട ഇരയെ ഓർത്ത് പശ്ചാത്താപം ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. ഇവനിക്ക് ആ കഴുത്ത് നെരിച്ച് ക്രൂരമായിട്ട് പീഡിപ്പിച്ച് ആ കുട്ടിയെ കണ്ടിട്ട് പോലും പശ്ചാത്താപമില്ല. പോലീസിൻ്റെ അടുത്ത് പറയാം, ഏതോ കിടക്കുന്ന അവളെന്ന് പറയുന്നു, എടുത്തോണ്ട് പൊക്കോളാൻ. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു 16 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അതുകൂടെ ചിന്തിക്കണം. അപ്പോൾ ഇതിലൂടെയൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കണം. മാതാപിതാക്കൾ, നമ്മളെ കുട്ടികൾ എവിടോട്ട് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത്, അവർക്ക് മൊബൈൽ മേടിച്ചു കൊടുത്ത് അവരെ അഴിച്ചു വിടുന്ന രക്ഷിതാക്കൾ, സ്വന്തം കുട്ടികളെ നോക്കാൻ സമയമില്ലാതെ അവരെ സുഖസൗന്ദര്യത്തിൽ, അവരെ സുഖജീവിതത്തിൽ മതിമറന്ന് ജീവിക്കുന്ന മാതാപിതാക്കൾ ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ നിങ്ങളെ കുടുംബത്തും ഈ ഒരു അവസ്ഥ വരും. ഇപ്പം ഈ 16 വയസ്സുള്ള ഈ ക്രൂര കൊലപാതകം ചെയ്ത ആ മൃഗത്തെ ജുവനൈൽ ഹോമിലേക്കാണ് അയച്ചിട്ടുള്ളത്. ജുവനൈൽ ഹോമിൽ കിടക്കുവാണിപ്പം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിനകത്ത് 2 കാര്യങ്ങളാണ് ഇനി വ്യക്തമാവാനുള്ളത്. ഇത് ഒറ്റയ്ക്കാണോ ചെയ്തത്? കാരണം ഇത് ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. ഇതിൻ്റെ പുറകിൽ വേറെയും ആളുകൾ കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാമത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കുട്ടിയെ കൊന്നതിന് ശേഷം ആ കുട്ടിയുടെ ശരീരത്തോട് കാണിച്ച ക്രൂരമായിട്ടുള്ള, മൃഗങ്ങൾ പോലും അറയ്ക്കുന്ന രീതിയിലുള്ള പീഡനങ്ങളാണ് ഇവൻ ചെയ്തിട്ടുള്ളത്. മൂന്നാമതായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ജീവനോടെ എന്തായാലും ഈ കുട്ടിയുടെ കൈകൾ പിടിച്ച് പുറകിലേക്ക് ബന്ധിപ്പിക്കാൻ ഒറ്റയ്ക്ക് ഇവനെ കൊണ്ട് സാധിക്കത്തില്ല. ഒന്നുകിൽ ഒരാളുടെ സഹായം അവിടെ ഉണ്ടായിരുന്നു, വേറെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് പോലീസ് കണ്ടെത്തേണ്ടതുണ്ട്. തക്കതായിട്ടുള്ള ശിക്ഷയുടെ കാര്യമൊന്നും പറയണ്ട, നമുക്കറിയാവുന്നതാണ്. ക്രൂരമായിട്ട് അടിച്ചു കൊന്ന ഷഹബാസിനെ നമ്മൾ ആരും മറന്നു കാണത്തില്ല. ഷഹബാസിനെ കൊന്ന ഇതുപോലെ മൈനറായിട്ടുള്ള കുറേ പിള്ളേരുണ്ടായിരുന്നു. അവരൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ രാജ്യത്തെ നിയമവും നിയമവ്യവസ്ഥകളും സിസ്റ്റങ്ങളും മാറ്റേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. കാമം മൂത്ത് പീഡിപ്പിക്കാൻ തോന്നുമ്പോൾ പേടിച്ച് വിറയ്ക്കുന്ന, മുട്ടിടിക്കുന്ന നിയമം കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഇതുപോലുള്ള അക്രമങ്ങളും അനീതികളും നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് തന്നെ തൂത്തു തുടച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലുള്ള എത്ര ഇതുപോലുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡെയിലി, അല്ലേ? നമ്മുടെ കൊച്ചു മക്കൾക്ക് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും +1ലും പോകുന്ന കുട്ടികൾക്ക് മൊബൈൽ മേടിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ആ കുട്ടികൾ മൊബൈൽ രാത്രി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ അറിയുമോ? രാത്രിയാവുന്ന സമയത്ത് ആ കുട്ടികളുടെ മൊബൈൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച് വെക്കുക. അത് പൂർണ്ണമായിട്ട് നിങ്ങൾ ഡെയിലി പരിശോധിക്കുക. അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ഇതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു ജനറേഷൻ വെച്ചിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇതൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കത്തില്ല. അപ്പം നമ്മൾ കൊണ്ടുവരേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇപ്പം ഗൾഫ് രാജ്യങ്ങളിൽ സിസ്റ്റങ്ങൾ മാറ്റുക. ഗൾഫ് രാജ്യങ്ങളിലെ സിസ്റ്റം എങ്ങനെയാണ്? ആ ഗൾഫ് രാജ്യങ്ങളിലെ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി, അതിന് ഏത് പ്രായത്തിലുള്ള ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ആ കുട്ടി സ്കൂളിൽ എത്തിയില്ല എങ്കിൽ ആ സ്പോട്ടിൽ രക്ഷിതാക്കൾക്ക് മെസ്സേജ് പോകും. അതുപോലുള്ള സിസ്റ്റം നമ്മളിവിടെയും കൊണ്ടുവരിക. സ്കൂളിലും കോളേജുകളിലും എല്ലായിടത്തും കൊണ്ടുവരിക. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൊണ്ടുവരിക. തൻ്റെ കുട്ടികൾ സ്കൂളിൽ എത്തിയില്ല എങ്കിൽ ആ സ്പോട്ടിൽ ഗ്രൂപ്പ് വഴിയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് വഴിയോ രക്ഷിതാക്കൾക്ക് ഒരു അറിയിപ്പ് പോകുന്നത് പോലെ ഒരു സിസ്റ്റം കൊണ്ടുവരിക. എന്നാൽ മാത്രമേ ഇതൊക്കെ കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പം തന്നെ ഈ ഒരു 16 വയസ്സുകാരനെ പോലീസിന് ചോദ്യം ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. തല്ലാനോ പിടിക്കാനോ കൊല്ലാനോ പറ്റത്തില്ല. കാരണം അത്രയും ആദ്യം 2 ദിവസങ്ങളിൽ ഈ 16കാരനെ ചോദ്യം ചെയ്തത് പോലീസിൻ്റെ പരിമിതികൾക്കുള്ളിലാണ്. അത്രയും സ്നേഹത്തോടെയാണ് ചോദിച്ചത്. അതിന് ശേഷമാണ് പോലീസിനോട് ഇവൻ സത്യം പറയുന്നത്. അപ്പം നമ്മളായാലും നമ്മളെ മക്കളെ, കൊച്ചു കുട്ടികളെ ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ദേഷിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ഇപ്പം പെൺകുട്ടികളായാൽ തന്നെ എന്തെങ്കിലും ദേഷിച്ച് സംസാരിച്ചാൽ പിന്നെ അവർ ഉടനെ പറയുന്നത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എവിടെയെങ്കിലും ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നുള്ളൊരു
ആ ഒരു സ്റ്റേജിലേക്ക് വരെ എത്തി നിൽക്കുവാണ് ഇന്നത്തെ ഒരു ജനറേഷൻ. അതുകൊണ്ട് ഒന്നും ചെയ്യാത്ത അവസ്ഥയാണ്. പക്ഷേ പെൺകുട്ടികളായാലും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതുപോലെ പഠിക്കാൻ പോകേണ്ട സമയത്ത് പഠിക്കാൻ പോവാതെ ഇതുപോലുള്ള കഞ്ചാവിനും കള്ളിനും അടിമപ്പെട്ട് നടക്കുന്ന ആൺപിള്ളേരുടെ കൂടെ നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ ഇതുപോലുള്ള വാർത്തകൾ കണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ വിചാരിക്കുന്ന എന്താണ്? നിങ്ങളെ മതിമറന്ന് നിങ്ങളെ രക്ഷിതാക്കളെക്കാളും എത്രയോ 100 ഇരട്ടിയാണ് ഇന്നലെ കണ്ട ഒരു വ്യക്തി എനിക്ക് തരുന്ന സ്നേഹമെന്ന് വിശ്വസിച്ച് മതിമറന്നു പോകുന്ന പെൺകുട്ടികൾ ശ്രദ്ധിക്കുക. ഒരു നിമിഷം മതി നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഇതുപോലുള്ള ആളുകൾ മൃഗങ്ങളാവാൻ എന്ന് നിങ്ങൾ ഒരു നിമിഷം മതി എന്ന് കൂടി നിങ്ങൾ ചിന്തിക്കുക. അപ്പം ഉറപ്പായിട്ടും രക്ഷിതാക്കൾ ഇതുപോലുള്ള മക്കളെ, നിങ്ങളെ മക്കള് നിങ്ങൾക്ക് നാളെയും നിങ്ങളുടെ കൂടെ തന്നെ കാണണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ അവരെ ഓരോ കാര്യങ്ങളും നിങ്ങൾ നിരീക്ഷിച്ച് ഓരോ മണിക്കൂറും അവരെ നിങ്ങളെ നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ കൺട്രോളിൽ നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അത്രയും മാത്രമേ ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളൂ. അല്ലാതെ ഇന്നത്തെ കാലത്ത് ഇതൊന്നും ചെയ്യാനില്ല. കാരണം നിയമങ്ങൾ അങ്ങനെയാണ്. ഇന്ന് ജനിച്ച് മുട്ടേന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക് പോലും അറിയാം നമ്മുടെ രാജ്യത്തെ നിയമം എന്താണ് എന്ന്. ഇന്ന് ഞാനൊരു കൊല ചെയ്ത് അകത്ത് പോയി കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം വേണ്ട, അല്ലെങ്കിൽ അതിന് ഇപ്പുറം തന്നെ ഞാൻ സുഖമായിട്ട് ഇറങ്ങി വരുമ്പോൾ കുറച്ച് പൈസ കൂടെ എൻ്റെ കയ്യിൽ ഉണ്ടാകുമെന്നുള്ളൊരു ചിന്ത ആയിപ്പോയി. കാരണം അങ്ങനെയാണല്ലോ, 12 വർഷം കിടക്കുവാണെങ്കിൽ ഒരു 25 ലക്ഷം രൂപയും കൊണ്ടായിരിക്കും ആ കൊലയാളി അല്ലെങ്കിൽ ആ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള വ്യക്തി ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നത്. 3 നേരം ബിരിയാണിയും മാസം ശമ്പളവും പിന്നെ എന്ത് വേണം? ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ. ഗോവിന്ദച്ചാമിയും ഷഹബാസും മാർട്ടിനും ജോളിയും ഇവരെല്ലാം സുഖസുന്ദരമായിട്ട് ജയിലിൽ കിടക്കുവാണല്ലേ. എന്തായാലും അവരോടെയൊക്കെ ഈ 16 വയസ്സുള്ള ഈ ക്രൂര കൊല ചെയ്തിട്ടുള്ള ഈ പയ്യനും കൂടെ കിടക്കട്ടെ. അല്ലാതെ എന്ത് പറയാൻ? കാരണം നമ്മളെ നിയമം അങ്ങനെയാണല്ലോ.